ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ആദ്യഘട്ട പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സന്നദ്ധത അറിയിച്ചു. പി.സി. ജോർജിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. 7 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും പാലക്കാട് സി കൃഷ്ണകുമാറും ഇതിനകം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരാകുമെന്നാണ് സൂചന. മന്ത്രിയുടെ സന്നദ്ധത പാർട്ടി ഉറപ്പാക്കി കഴിഞ്ഞു. പത്തനംതിട്ടയിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നു. പാർട്ടിയിൽ ലയിച്ച ജനപക്ഷം നേതാവിന് മുന്നിൽ ദേശീയ നേതൃത്വം വെച്ച വാഗ്ദാനങ്ങളിലൊന്ന് പത്തനംതിട്ട സീറ്റായിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. NSSന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ നായർ സ്ഥാനാർത്ഥി എന്ന സമവാക്യമാണ് സംസ്ഥാന ഘടകം മുന്നോട്ടുവെക്കുന്നത്. പത്തനംതിട്ട സീറ്റിനു പകരം പി.സി. ജോർജിന് പാർട്ടി ഭാരവാഹിത്വം നൽകാമെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. കോഴിക്കോട് M.T. രമേശും പാലക്കാട് P.K. കൃഷ്ണദാസും പട്ടികയിലുണ്ട്. വയനാട് അല്ലെങ്കിൽ കോഴിക്കോട് ശോഭാ സുരേന്ദ്രനും പരിഗണനയിലുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.